കെ സുധാകരന് ക്ഷമയുടെ മറുപടി. സുധാകരന് മറുപടിയുമായി AICC വക്താവ് ഷമാ മുഹമ്മദ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഷമാ മുഹമ്മദ് കെ സുധാകരന് മറുപടി നൽകിയത്. വിവരങ്ങളുമായി ഇപ്പോൾ ലെസ്ലി ചേരുന്നു. ലെസ്ലി, കഴിഞ്ഞ ദിവസം ഷമ തൻ്റെ ഒരു പരിഭവം രേഖപ്പെടുത്തിയിരുന്നു. തനിക്ക് സീറ്റ് കിട്ടാത്തതിൻ്റെ ഒരു ദുഃഖം അവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അത് സംബന്ധിച്ച് KPCC അധ്യക്ഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അവർക്ക് പാർട്ടിയുമായൊരു ബന്ധമില്ല എന്നൊരു മറുപടിയാണ് സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ താൻ AICC വക്താവാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഷമ ഇട്ടിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ഷമാ മുഹമ്മദ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത് കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്ത്രീകൾക്കും ഒപ്പം തന്നെ ന്യൂനപക്ഷ സ്ത്രീകൾക്കും നേരിടുന്ന അവഗണന, ആ അവഗണന ചൂണ്ടിക്കാട്ടിയതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് സുധാകരൻ, KPCC അധ്യക്ഷൻ സുധാകരൻ വളരെ മോശമായ ഭാഷയിൽ വളരെ ഒരു AICCയുടെ വക്താവ് കൂടിയായ ഷമാ മുഹമ്മദ് ഈ പാർട്ടിയിൽ ആരുമല്ല, അവരുടെ വിമർശനങ്ങൾക്ക് അവരോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നതാകും ഉചിതമെന്ന് പറയുകയുണ്ടായി. എന്നാൽ മറ്റൊരു തരത്തിൽ VD സതീശൻ ഈ ആശങ്ക, ഷമാ മുഹമ്മദ് പങ്കുവച്ച ആശങ്ക അത് ശരിയാണ് എന്നുള്ള തലത്തിലേക്ക് പറയുകയും ചെയ്തു. കോൺഗ്രസിന് അത്തരത്തിൽ പരിഗണിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു കാര്യം കൂടി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചിരുന്നു. എന്തായാലും താൻ ആരുമല്ല എന്ന സുധാകരൻ്റെ ചോദ്യത്തിന് അല്ലെങ്കിൽ സുധാകരൻ്റെ മറുപടിക്കുള്ള ചുട്ട മറുപടിയാണ് ഇപ്പോൾ താൻ മൈ ID എന്ന് കാണിച്ചുകൊണ്ട് AICCയുടെ ID കാർഡ് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്, സ്പോക്മാൻ വക്താവായി ആണ് എന്ന്, അതാണ് തൻ്റെ ID, തൻ്റെ വ്യക്തിത്വം അതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഷമാ മുഹമ്മദ് വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും താൻ കോൺഗ്രസിൻ്റെ ആധികാരികമായ ഒരു ഘടകത്തിൽ ആ ഘടകത്തിൻ്റെ വക്താവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സുധാകരന് ഷമ മറുപടി നൽകിയിരിക്കുന്നത്. ഷമി, AICCയുടെ വക്താവാണ് ഷമാ മുഹമ്മദ് എന്നുള്ള കാര്യം ഒരുപക്ഷെ കെ സുധാകരന് അറിയാഞ്ഞതാണോ, അദ്ദേഹം മനഃപൂർവ്വം അത് അറിഞ്ഞതായി നടിക്കാത്തതാണോ? എന്തായാലും ഷമാ മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം ഈ മറുപടി ഏറെ വേദനിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ രീതിയിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അവർ ഇട്ടിരുന്നത്. നമുക്കറിയാം, ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് വന്ന് കോൺഗ്രസിൻ്റെ ഒരു വക്താവെന്ന നിലയിൽ മികച്ച ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരാളാണ് ഷമാ മുഹമ്മദ്. കണ്ണൂരിലൊരു സീറ്റ് അല്ലെങ്കിൽ വയനാട്ടിലൊരു സീറ്റൊക്കെ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. അതിൻ്റെ ഒരു വിഷമം പങ്കുവച്ചു എന്നുള്ളതിനപ്പുറം ആ പാർട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ മറ്റുള്ള രീതിയിലോ ഒരു പ്രതികരണം ഷമാ മുഹമ്മദിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതിന് ഇത്രയും കടുപ്പത്തിലൊരു മറുപടി KPCC അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു അവരെ വിഷമിപ്പിച്ചിട്ടുണ്ടാകുക. ഈ ഒരു പോസ്റ്റിലൂടെ അവരുടെ വിഷമം അല്ലെങ്കിൽ താൻ എന്താണ് എന്ന് വ്യക്തമാക്കിയതും ആ ഒരു സാഹചര്യത്തിലായിരിക്കും. ലെസ്ലി, തീർച്ചയായും അവർ പങ്കുവച്ചിരുന്ന ആശങ്ക അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തലവേദന സൃഷ്ടിക്കുന്ന ഒരു ആശങ്കയായി മാറി എന്നുള്ളതാണ് സതീശൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ സുധാകരൻ്റെ പ്രതികരണം വളരെ ഒരു സ്ത്രീയാണ് എന്ന പരിഗണന പോലും നൽകാതെയായിരുന്നു. അവർ കോൺഗ്രസിൻ്റെ ആരുമല്ല എന്ന് അടച്ചാക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള ഒരു മറുപടി സുധാകരൻ്റെ ഭാഗത്ത് ഉണ്ടായത്. അതാണ് ഷമാ മുഹമ്മദിനെ ഇപ്പോൾ ചെടുപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ അതിനുള്ള മറുപടിയായാണ് ഇപ്പോൾ കോൺഗ്രസ് വക്താവ് എന്ന തൻ്റെ ID കാർഡ്, AICC നൽകിയ ID കാർഡ് പോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള മറുപടിയായി വന്നിരിക്കുന്നത്. ഷമാ മുഹമ്മദ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായി തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ഇടയിൽ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വടകരയിൽ മത്സരിക്കുന്നത് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ മത്സരിക്കുമ്പോൾ മറ്റൊരു സ്ത്രീയെ AICCയുടെ വക്താവ് കൂടിയായ തന്നെ പരിഗണിക്കാമായിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചത്. മാത്രമല്ല, താനൊരു ന്യൂനപക്ഷത്തിൽ നിന്നും വരുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീയാണ് എന്നുകൂടി ഷമ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ഇതാണ് സുധാകരനെ ചൊടിപ്പിച്ചത്. കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പുമായി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അങ്ങനെ ഷമാ മുഹമ്മദ് ഇടപെടേണ്ടതില്ല എന്ന് പറയുന്നതിനൊപ്പം തന്നെയാണ് അവർ ഈ കോൺഗ്രസിൽ ആരുമല്ല എന്നും സുധാകരൻ പറഞ്ഞു വെച്ചത്. അതിനുള്ള ചുട്ട മറുപടിയുമായാണ് ഇപ്പോൾ ഷമാ മുഹമ്മദ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നൽകിയിരിക്കുന്നത്.
ലെസ്ലി, ഇപ്പോൾ അല്പം മുമ്പ് ജോഷ്ല കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയവും ഇതായിരുന്നു. മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഇന്നലെ ഷാഫി പറമ്പലിൻ്റെ കൺവെൻഷനിൽ പങ്കെടുത്തില്ല. അതായത് ആരുമായും കൂടിയാലോചനയില്ലാതെ ഏകപക്ഷീയമായി കേരളത്തിലെ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളൊരു പരാതി പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഒരുപക്ഷെ ഒരു ചർച്ചയിലൂടെ തീർക്കാവുന്ന വിഷയങ്ങൾ ഇത്തരത്തിൽ പരസ്യ പ്രതികരണത്തിലൂടെ മോശപ്പെട്ട തരത്തിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് അതിന് വീണ്ടും മറുപടിയുമായി കാര്യങ്ങൾ വഷളാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ആലപ്പുഴയെ സംബന്ധിച്ചും ഈ പറയുന്ന കാര്യങ്ങൾ പ്രത്യക്ഷമായി വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ വേണുഗോപാലിൻ്റെ റോഡ് ഷോയിൽ ആളില്ലാത്ത കാരണം പരിപാടി പാതി വഴിക്ക് നിർത്തേണ്ടി വരുന്നു. കോൺഗ്രസിലെ ഒരു അഭിപ്രായ ഭിന്നത പല രൂപത്തിൽ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്. തീർച്ചയായും മുമ്പുള്ള കീഴ്വഴക്കങ്ങളിൽ നിന്നും വ്യത്യസ്തമായാണ് ഇത്തവണ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം നടന്നിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഇതിന് ചില നടപടിക്രമങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ വിവിധ കമ്മിറ്റികളിൽ, വിവിധ തലങ്ങളിൽ, സമിതികളിലെല്ലാം തന്നെ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇത്തരത്തിലൊരു ലിസ്റ്റ് ഹൈക്കമാൻഡിന് നൽകുകയും ആ ഹൈക്കമാൻഡിൻ്റെ അനുമതിയോടുകൂടി അത് പിന്നീട് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക. എന്നാൽ ഇത്തവണ അത്തരത്തിലൊരു ചർച്ച ഉണ്ടായില്ല എന്നുള്ളതാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ഇപ്പോഴുള്ള ഈ നടപടികൾക്കെല്ലാം കാരണം. മുല്ലപ്പള്ളി മാത്രമല്ല, VM സുധീരൻ, മുൻ KPCC പ്രസിഡന്റുമാരെ എല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ട് സതീശനും ഒപ്പം തന്നെ സുധാകരനും നേരിട്ട് ഹൈക്കമാൻഡുമായി, പ്രത്യേകിച്ച് വേണുഗോപാലുമായി നേരിട്ട് സംസാരിക്കുകയും അതിൽ തീർപ്പാക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക്, ഒരു പുതിയ കീഴ്വഴക്കത്തിലേക്ക് ഇത്തവണ സ്ഥാനാർത്ഥി നിർണയം കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു വിയോജിപ്പ് പല കോണുകളിൽ നിന്നും, പ്രത്യേകിച്ച് മുൻ KPCC പ്രസിഡന്റുമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇതിൽ ഉള്ള അതൃപ്തി തന്നെയാണ് മുല്ലപ്പള്ളിയും ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. മുല്ലപ്പള്ളി നേരത്തെ തന്നെ ഇത് പരസ്യമായി വിവിധ തലങ്ങളിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം കൃത്യമായി തന്നെ രാഷ്ട്രീയകാര്യ സമിതിയോ അത്തരം സമിതികൾ ചേരാത്തതിലുള്ള അതൃപ്തി അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയെന്ന് വേണം നമുക്ക് ഷാഫിയുടെ പരിപാടികളിൽ നിന്നും മുല്ലപ്പള്ളി വിട്ടുനിൽക്കുന്നതിനെ കാണാനാകൂ. ഷമി, നന്ദി ലെസ്ലി.